Hello friends, welcome again to the English class. Yes, today we are discussing the third part of the story, The Last Leaf. 9ാം ക്ലാസ്സിലെ The Last Leaf എന്ന് പറയുന്ന കഥയുടെ മൂന്നാം ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് പാർട്ട് ചർച്ച ചെയ്തിട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മൾ ഇതുവരെ പഠിച്ചത് എന്നുള്ളത്. വളരെ ചെറുപ്പക്കാരികളായ രണ്ട് ആർട്ടിസ്റ്റുകളാണ് സ്യൂവും ജോൺസിയും. അവർ താമസിച്ചിരുന്നത് ഗ്രീനിച്ച് വില്ലേജിലെ ഒരു പഴയ അപ്പാർട്ട്മെൻറ്റിലാണ്. അവിടുത്തെ ആ ബൊഹീമിയൻ ലൈഫ്, വേ ഓഫ് ലൈഫ്, അതുപോലെ തന്നെ അടുത്ത ബിൽഡിംഗ് അപ്പാർട്ട്മെൻറ്റ് വളരെ പഴയതായിരുന്നു. അതുപോലെ എല്ലാവരും ആർട്ടിസ്റ്റുകളായിരുന്നുള്ള ഈ കാര്യങ്ങളൊക്കെയാണ് ആളുകൾ അങ്ങോട്ട് ആകർഷിച്ചത്. തണുപ്പ് കാലമായപ്പോൾ എന്ത് ചെയ്തു, ആ ജോൺസിക്ക് എന്ത് ചെയ്തു, ന്യൂമോണിയ ബാധിച്ചു. ആ സമയത്താണ് നമ്മൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ശക്തി കാണുന്നത്. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ജോൺസിക്ക് അതൊക്കെ ചെയ്തു കൊടുത്തു. ഡോക്ടറെ വിളിച്ചു, അവളെ പരിചരിച്ചു അവർക്ക്. പക്ഷേ ജോൺസിൻ്റെ അവസ്ഥ എന്തായിരുന്നു, അവൾ പിന്നെ സുഖപ്പെടുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അവൾ പുറത്തേക്ക് നോക്കിയിട്ട് അവിടെ ഉണ്ടായിരുന്ന IV വൈനിലെ ഇലകൾ എണ്ണാൻ തുടങ്ങി. അവൾ വിശ്വസിച്ചത് എന്താണ്, അവസാനത്തെ ഇല വീഴുമ്പോൾ അവൾ മരിക്കുന്നതാണ്. പക്ഷേ എന്ത് ചെയ്തു, അവളുടെ ഇത്തരം ചിന്തകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവൾ പരമാവധി ശ്രമിച്ചു. പിന്നെ എന്നാലും പലപ്പോഴും അവളുടെ നമ്മുടെ ജോൺസിൻ്റെ സംസാരത്തിന് പ്രകടനത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് അവൾക്ക് ശുഭാപ്തി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ വളരെ ക്ഷമയോട് കൂടിയിട്ട് എന്ത് ചെയ്തു, അവരുടെ പിന്നെ ഈ ഒരു ചിന്ത മാറ്റാൻ ശ്രമിക്കുകയും പുറത്തേക്ക് നോക്കരുത് എന്ന് നിഷ്കർഷിക്കുകയും അതുപോലെ തന്നെ ആ ഇല വീഴുന്നതും അവളുടെ ജീവിതം മരണമായിട്ട് ബന്ധമില്ലാനുള്ള കാര്യങ്ങളൊക്കെ അവളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. പിന്നെ നമ്മൾ അവസാന ഭാഗത്ത് നമ്മൾ കണ്ടത്, കഴിഞ്ഞ ക്ലാസ് കണ്ടത്, ഒരു പ്രായമായ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ബഹർമാൻ എന്നാണ്. അദ്ദേഹത്തിന് ഇവരെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇവർ താമസിച്ചിരുന്ന അതേ ബിൽഡിങ്ങിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അദ്ദേഹത്തിനോട് ജോൺസിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെ ഉത്കണ്ഠയായി. അവർ മുകളിലോട്ട് വന്നിട്ട് ജനലിനുള്ളിൽ കൂടെ നോക്കിയപ്പോൾ ഭയപ്പാടോടുകൂടി നോക്കി. എന്നവിടെ നമ്മൾ എത്തിയത് ഓർമ്മ ഉണ്ടാവില്ല, ആ വള്ളിയിലേക്ക് നോക്കി എന്നാണ്. ഓക്കെ ഡിയർസ്, നൗ സീ ദിസ് പിക്ചർ. എന്തായി പിക്ചർ, എന്തായിരിക്കും അത്? വാട്ട് യു സീ ഇൻ ദ പിക്ചർ? എന്താ പിക്ചറിലുള്ളത്? എങ്ങനെയാണ്, ഹൗ ക്യാൻ യു കണക്ട് ദ പിക്ചർ വിത്ത് ദ ടൈറ്റിൽ ഓഫ് ദ സ്റ്റോറി? ആ കഥൻ്റെ പേരും ഈ പിക്ചർ നമുക്ക് അതിനെ ബന്ധിപ്പിക്കാം. ആരായിരിക്കും അത് വരച്ചിട്ടുണ്ടാവുക? വാട്ട്സ് ഇറ്റ് സിഗ്നിഫിക്കൻസ്? എന്താ അതിൻ്റെ പ്രത്യേകമായ പ്രാധാന്യം? നമുക്ക് നോക്കാമല്ലോ, വായിച്ചു നോക്കാം. ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് വളരെ സിമ്പിളാണ്, എല്ലാവർക്കും മനസ്സിലാവും, കൂടെ വായിക്കണേ. When Sue woke up the next morning, she found Johnsy with dull, wide open eyes looking at the window. Pull up the curtain, I want to see, Johnsy said quietly. Sue obeyed. But, after the heavy rain and the strong wind, one leaf was still hanging on the vine. The last leaf, still dark green, it hung bravely from a branch some 20 feet above the ground. It's the last one, said Johnsy. I thought it would surely fall during the night. I heard the wind and the rain. It will fall today and I shall die at the same time. Dear Johnsy, said Sue, placing her face close to Johnsy's on the pillow. Think of me if you want, think of yourself. What shall I do? The day wore away, and even through the twilight, they could see the lone ivy leaf clinging to its stem against the wall. And then with the coming of the night, the north wind was again loosed, and the rain began to fall heavily. When it was light enough, Johnsy the merciless commanded that the curtain be raised. The ivy leaf was still there. Johnsy lay for a long time looking at it, and then she called to Sue. I have been a bad girl, Sue, said Johnsy. Something has made the last leaf stay there just to show me how bad I was. It is a sin to want to die. You may bring me a little soup now, and then put some pillows behind me, and I'll sit up and watch you cook. An hour later she said, Sue, someday I hope to paint the Bay of Naples. The doctor came in the afternoon. Even chances, said the doctor, taking Sue's thin, shaking hand in his. With good nursing you'll win. And now I must see another case I have downstairs. Bahman, his name is. Some kind of an artist, I believe pneumonia too. He's an old weak man and the attack is acute. There's no hope for him, but he goes to the hospital today to be made more comfortable.
The next day, the doctor said to Sue, "She's out of danger. You want nutrition and care now. That's all." And that afternoon, Sue came to the bed of John C. Lane contentedly and put one arm around her pillows and all. "I have something to tell you," she said. "Mr. Bahman died of pneumonia today in the hospital. He was ill only for 2 days. They found him the morning of the first day in his room downstairs, helpless with pain. His shoes and clothing were wet through and icy cold. They couldn't imagine where he had been on such a dreadful night. And then they found a lantern still lighted, and a ladder that had been dragged from its place, and some scattered brushes, and a palette with green and yellow colors mixed on it. And look out the window, dear, at the last ivy leaf on the wall. Didn't you wonder why it never fluttered or moved when the wind blew? Ah, darling, it's Bahman's masterpiece. He painted it there the night that the last leaf fell." ഓക്കെ ഡിയേഴ്സ്, വളരെ ടച്ചിങ് ആയ ഭാഗമാണ്. മനസ്സിലായിട്ടുണ്ടാവും. ഒന്ന് ശ്രമിക്കണേ ചോദ്യങ്ങൾ ഉത്തരം പറയാൻ. ഹൗ ഡിഡ് യു ഫൈൻഡ് ജോൺസി നെക്സ്റ്റ് മോർണിംഗ്? പിറ്റേന്ന് എങ്ങനെയാണ് നമ്മുടെ ജോൺസിയെ സ്യൂ കാണുന്നത്? വൈ ഡിഡ് ജോൺസി ആസ്ക് യു ടു പുൾ അപ്പ് ദ കർട്ടൻ? എന്തിനാ കർട്ടൻ വലിച്ചു കയറ്റാൻ പറയുന്നത്? എന്തിനാണ്? ഡിഡ് ദ ലാസ്റ്റ് ലീഫ് ഫോൾ? വീണോ ലാസ്റ്റ് ലീഫ്? ഹു വാസ് ദ ന്യൂ പേഷ്യൻ്റ്? ആരാണ് പുതിയ പേഷ്യൻ്റ്? ഹൗ വാസ് ഹിസ് കണ്ടീഷൻ? എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസ്ഥ? വാട്ട് ഹാപ്പൻ ടു ഹിം ആഫ്റ്റർ 2 days? 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്താ പറ്റിയത്? വാട്ട് ഇൻ ദ ലാസ്റ്റ് ലീഫ് ഫോൾ? എന്തുകൊണ്ടാണ് അത് വീഴാതിരുന്നത്? ഇതിൻ്റെ ഒക്കെ ഉത്തരം നമുക്കറിയാം മക്കളെ. അത് പറയുന്നതാണ്, ശ്രദ്ധിക്കണേ. സ്യൂ സംഡേ ഐ ഹോപ്പ് ടു പെയിൻ ദ ബേ ഓഫ് നേപ്പിൾസ് എന്നാര് പറയുന്നുണ്ട്? നമ്മുടെ ജോൺസി പറയുന്നത്. ഇതെന്താ കാണിക്കുന്നത്? ഡാർലിംഗ്, ഇറ്റ് ഈസ് ബഹ്മാൻസ് മാസ്റ്റർ പീസ് എന്ന് പറയുന്നുണ്ട്. പിന്നെ സ്യൂ പറയുന്നുണ്ട്. അത് നിങ്ങൾ യോജിക്കണം. എന്തുകൊണ്ടാണ്? നമുക്കൊന്നുകൂടി ഒന്ന് വായിച്ചു നോക്കാം. പക്ഷെ വായിച്ചു നോക്കുമ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? സൈലൻ്റായിട്ടാണ് വായിക്കേണ്ടത്. പ്രധാന വാക്കുകളൊക്കെ നോട്ട് ചെയ്യണേ. റൈറ്റ്. യു ക്യാൻ സീ 4 questions ഇൻ ദിസ് പാർട്ട്. റീഡ് ആൻഡ് റെസ്പോണ്ടിൽ 4 ചോദ്യങ്ങളുണ്ട്. ചോദ്യം വായിച്ചു നോക്കിയാലോ? വൈ ഡസ് ദി ഓഥർ കോൾ ജോൺസി മെർസിലെസ്? ഇംഗ്ലീഷ് മനസ്സിലാക്കി ഉത്തരം എഴുതുക. എന്നിട്ട് നമുക്ക് മലയാളം ആലോചിക്കാം. ഹൗ ഡിഡ് ദ ലാസ്റ്റ് ലീഫ് ഓൺ ദ വൈൻ അഫക്റ്റ് ജോൺസി? Soon after Jhansi started showing signs of recovery, she expressed her wish to paint the Bay of Bengal. What does it tell us about her? Why didn't the last leaf flutter or move? മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എന്താ 13th ക്വസ്റ്റ്യൻ്റെ അർത്ഥം എന്താണ്? എന്തുകൊണ്ടാണ് ജോൺസിയെ കരുണയില്ലാത്തവൾ എന്ന് വിളിക്കാൻ കാരണം എന്നാണ് ഓദർ വിളിക്കുന്നതെന്നാണ്. പിന്നെ എങ്ങനെയാണ് അവസാനത്തെ ലീഫ് ജോൺസിയെ ബാധിച്ചത് എന്നാണ്. അടുത്തത്, അവൾ അസുഖം മാറാൻ തുടങ്ങിയപ്പോൾ അവൾ ബേ ഓഫ് നേപ്പിൾസിൽ കടൽ വരയ്ക്കാനുള്ള എന്ത് ചെയ്ത് ആഗ്രഹം പ്രകടിപ്പിച്ചു. എന്താണ് അവരെക്കുറിച്ച് പറയുന്നത് എന്നാണ്. എന്തുകൊണ്ടാണ് അവസാനത്തെ ലീഫ് ഇളകുകയോ അതല്ലെങ്കിൽ അതിങ്ങനെ പിന്നെ തുടിക്കുകയോ ചെയ്യാതിരുന്നതെന്നാണ്. നമുക്കറിയാലോ. നോക്കാം നമുക്ക്. ഉത്തരവൊറ്റയ്ക്ക് എഴുതിയിട്ടുണ്ടാവണേ. After that you can see the sample answers. Jhansi is called merciless because she disregards the love and care shown by Sue towards her and insists on seeing for herself whether the last leaf of the ivy has fallen. മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. വളരെ സ്നേഹവും കരുതലുമാണ് ആര് കൊടുക്കുന്നത്? സ്യൂ കൊടുക്കുന്നത്. അത് പരിഗണിക്കാതെ പറയുന്നത് കൊണ്ടാണ് merciless എന്ന് പറയാൻ കാരണം. എങ്ങനെയാണ് ബാധിച്ചത്? The last leaf on the vine brightened up Jhansi's spirits and her desire to live. അവസാനത്തെ വീഴാത്ത ഇലയാണ് അവരുടെ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും അതുപോലെ തന്നെ ജീവിക്കാനുള്ള അവരുടെ ആഗ്രഹത്തെ ഉറപ്പിക്കുകയും ചെയ്ത് അറിയാലോ. അടുത്തത്, പിന്നെ എന്താണത് കാണിക്കുന്നത്? ഇറ്റ് ടെൽസ് us that she is a real artist who values her creative talent. ക്ലിയർ ആണല്ലോ. അത് എന്തുകൊണ്ടാണ് ഐവി ലീഫ് ഫ്ലട്ടർ ചെയ്യാന്ന്? എന്തുകൊണ്ടാണ്? that was not really an actual leaf, that was a painting by Bahman, not a real leaf. അറിയാലോ, യഥാർത്ഥത്തിലുള്ള ലീഫല്ല, ബഹ്മാൻ വരച്ചതാണ്. നമ്മൾ എന്നാലും അതൊക്കെ ഒന്നുകൂടി ചർച്ച ചെയ്ത് നോക്കിയാലോ. വളരെ സിമ്പിളാണ് കേട്ടോ. When she woke up the next morning, she found Jhansi with the dull wide open eyes looking at the window. ക്ലിയർ ആണല്ലോ. അത് പിറ്റേന്ന് രാവിലെ എണീക്കുമ്പോൾ സ്യൂ എങ്ങനെയാണ് ജോൺസിനെ കാണുന്നത്? അവിടെ വിരസമായ വലിയ നന്നായി തുറന്നു വെച്ച കണ്ണുകളെ കൊണ്ട് ജനലിലൂടെ നോക്കുകയാണ്, ജനലിലേക്ക് നോക്കുകയാണ്.
എന്നിട്ട് അവൾ പറയാണ് പുൾ ഓഫ് ദ കർട്ടൻ വലിച്ച് കയറ്റാൻ പറയണം കാണാൻ വേണ്ടിയിട്ട് എനിക്ക് കാണണമെന്ന് പറഞ്ഞു. വളരെ ശാന്തമായിട്ടാണ് എന്ത് ചെയ്ത് പറഞ്ഞത്. സ്യൂ എന്ത് ചെയ്തു, അതനുസരിച്ചു, അറിയാലോ. ബട്ട് ആഫ്റ്റർ ദ ഹെവി റെയിൻ ആൻഡ് സ്ട്രോങ് വിൻഡ്, നല്ല മഴ ഉണ്ടായിരുന്നു, ശക്തമായ മഴ ഉണ്ടായിരുന്നു, ശക്തമായ കാറ്റുണ്ടായിരുന്നു. എന്നാലും ഒരു ഇല അവിടെ അപ്പോഴും ആ വൈനിന്മേൽ തൂങ്ങി നിന്നിരുന്നു, അറിയാലോ. അത് അവസാനത്തെ ഇലയായിരുന്നു. അത് വളരെ ഇരുണ്ട പിന്നെ ഇലയായിരുന്നു. അത് വളരെ ഉഷാറായി തൻ്റെ ഇടത്തോടു കൂടി ധീരമായി എന്ത് ചെയ്തിരുന്നു, അതിൽ ഭൂമിയിൽ നിന്ന് ഏതാണ്ട് 20 ഫീറ്റ് അടിയിൽ താഴോട്ട് തൂങ്ങി നിൽക്കുകയായിരുന്നു ഒരു ബ്രാഞ്ചമെന്നറിയാലോ. അവൾ ജോൺസി പറയണത് അവസാനത്തെ ഇലയാണത്. ഐ തോട്ട് ഇറ്റ് വുഡ് ഷ്യൂർലി ഫാൾ ഡ്യൂറിങ്, ഞാൻ വിചാരിച്ചിരുന്നു അത് വീണിട്ടുണ്ടാവുന്ന കഴിഞ്ഞ രാത്രിയിൽ. ഞാൻ നല്ല ശക്തിയായ മഴയും അതുപോലെ കാറ്റൊക്കെ കേട്ടിരുന്നു. ഇറ്റ് വിൽ ഫാൾ ടുഡേ ആൻഡ് ഐ ഷാൽ ഡൈ അറ്റ് ദ സെയിം, അത് ഇന്ന് വീഴും, ഇപ്പം ഞാനും മരിക്കും. ക്ലിയർ ആണല്ലോ. ഇപ്പം ജോൺസി പറയാണ്, അല്ല സോറി എസ്യു പറയാണ്, ജോൺസി അവളെ പിന്നെ മുഖത്തിൻ്റെ അടുത്ത് ഇവളുടെ മുഖം വെച്ചിട്ട്, അതായത് ഇവൾ കിടക്കുന്ന അറിയാൽ തലയണമ്മലാണ്, തലയണമ്മൽ ജോൺസിൻ്റെ അടുത്ത് പിന്നെ സ്യൂവിൻ്റെ മുഖം വെച്ച് സ്യൂ പറയാണ്, പ്രിയപ്പെട്ട ജോൺസി, നീ പിന്നെ നിന്നെക്കുറിച്ച് ആലോചിക്കുന്നത് എന്നെക്കുറിച്ചെങ്കിലും ആലോചിക്കുക, ഞാൻ എന്താ ചെയ്യാന്നാണ്. റെഡി അല്ലേ? അതൊക്കെ വളരെ സ്നേഹം കാണിക്കുന്നത്. അങ്ങനെ ആ ദിവസം എല്ലാം എന്ത് ചെയ്തു, പതുക്കെ ഈ റോഡ് വോറവേ എന്ന് പറഞ്ഞാൽ ഈ റോഡെന്ന് അതിലുണ്ട്, പതുക്കെ അങ്ങനെ തേഞ്ഞ് തീർന്നു എന്നാന്ന് പറഞ്ഞാൽ രാത്രി ആ ദിവസം മാറി എന്നർത്ഥം. പിന്നെ ഏതാണ്ട് ട്വൈലൈറ്റ് നമുക്കറിയാലോ, മങ്ങിയ വെളിച്ചാണ്. അതിലൂടെയും അവർക്ക് എന്ത് കാണാൻ പറ്റുമായിരുന്നു, ആ ഒരേ ഒരു ഐവി ഇല ഇവിടെ ഇങ്ങനെ അതിൻ്റെ ആ തണ്ടുമ്പോൾ തൂങ്ങി നിൽക്കുന്നത്, ക്ലിങ് ചെയ്യാൻ നമുക്കറിയാം, തൂങ്ങി നിൽക്കുന്നത് കാണാൻ പറ്റുമായിരുന്നു ചുമരിൻ്റെ അവിടെ. ആൻഡ് ദെൻ വിത്ത് ദ കമ്മിങ് ഓഫ് ദ നൈറ്റ്, രാത്രി ആയപ്പോൾ വീണ്ടും നോർത്ത് വിൻഡ് വാസ് അഗെയിൻ ലൂസ്ഡ്, വീണ്ടും ശക്തമായ വടക്കൻ കാറ്റുണ്ടായി. ദ റെയിൻ ബിഗാൻ ടു ഫാൾ ഹെവിലി, ശക്തമായ മഴ പെയ്തു. വെൻ ഇറ്റ് വാസ് ലൈറ്റ് ഇനഫ് ജോൺസി ദ മേഴ്സിലെസ് കമാൻഡഡ് ദാറ്റ്, പിന്നെ മഴ വീണ്ടും വെളിച്ചം വന്നപ്പോൾ കരുണയില്ലാതെ ജോൺസി ആ കട്ടൻ പൊക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോഴും ദി ഐവി വാസ് ഇത് സ്റ്റില്ലർ, അപ്പോഴൈവി മര അവിടെ ചെടി പിന്നെ ഇല അവിടെ ഉണ്ടായിരുന്നു. ജോൺസി ലേ ഫോർ എ ലോങ് ടൈം ലുക്കിംഗ് അറ്റ്, നോക്കിയിട്ട് കുറേ നേരം അവിടെ കിടന്നു. എന്നിട്ട് എന്ത് ചെയ്തു, അവൾ സ്യൂവിനെ വിളിച്ചിട്ട് പറയാണ്, ഞാനൊരു ചീത്ത കുട്ടിയായിരുന്നു, അല്ല ഇതുവരെ കുട്ടിയാണ്, അല്ല സ്യൂ എന്ന് മുമ്പായിരുന്നു ഇപ്പോഴും ആണെന്നുള്ളത് കാണിക്കാൻ ഹാബീൻ എന്ന് പറയാം, അറിയാലോ ജോൺസിനോട്. പിന്നെ ജോൺസി പറയാണ് സ്യൂവിനോട്, സംതിങ് ഹാസ് മെയ്ഡ് ദ ലാസ്റ്റ് ലീഫ് സ്റ്റേ ദർ ജസ്റ്റ് ഷോ മീ ഹൗ ബാഡ് ഐ ആം. ഞാൻ അത്ര മോശമെന്ന് കാണിക്കാനായിരിക്കും എന്തോ ഒരു ശക്തി അല്ലെങ്കിൽ എന്തോ ഒന്ന് ആ ഇല എന്ത് ചെയ്ത് അവിടെ പിടിച്ചു വെച്ചത്. ഇറ്റ് ഈസ് എ സിൻ ടു വാണ്ട് ടു ഡൈ, മരിക്കുന്ന ആഗ്രഹിക്കുന്നത് പാപാണ്. യു മേ ബ്രിങ് മീ എ ലിറ്റിൽ സൂപ്പിന്, കുറച്ച് സൂപ്പ് കൊണ്ടുവരും. ആൻഡ് ദെൻ പുട്ട് സം പിലോസ് ബിഹൈൻഡ് മീ, കുറച്ച് തലേണ എൻ്റെ ബാക്കിൽ വെക്ക്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എണീറ്റിരുന്നിട്ട് അല്ലെങ്കിൽ ചാരി ഇരുന്നിട്ട് നീ പാചകം ചെയ്യുന്നത് കാണാൻ കഴിയും. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും അവൾ പറയാൻ, സ്യൂ സം ഡേ ഐ ഹോപ്പ് ടു പെയിൻറ്റ് ദ ബേ ഓഫ് നേപ്പിൾസ്, എനിക്ക് ആ നേപ്പിൾസ് ഉൾക്കടൽ എന്ത് ചെയ്യാൻ പറ്റുമോ, വരക്കാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒക്കെ അറിയാലോ. ഡോക്ടർ വന്നു ഒന്ന് ഉച്ചയ്ക്ക്, എന്നിട്ട് അവർ പറയാണ് കൂടുതൽ സാധ്യതകളുണ്ട്. പിന്നെ നമ്മുടെ സ്യൂവിൻ്റെ വളരെ മെലിഞ്ഞ അവളുടെ ആ വറക്കുന്ന കൈകൾ പിടിച്ചിട്ട് പറയാണ്, വിത്ത് ഗുഡ് നഴ്സിംഗ് യു വിൽ വിൻ, നന്നായിട്ട് പരിചരിച്ചാൽ തന്നെ നീ എന്തേലും വിജയിക്കും. ആൻഡ് നൗ ഐ മസ്റ്റ് സീ അനദർ കേസ് ഐ ഹാവ് ഡൗൺ സ്റ്റേ, താഴെ മറ്റൊരു പേഷ്യൻറ്റിന് എനിക്ക് അറ്റൻഡ് ചെയ്യാനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ബഹർമാൻ എന്നാണ്. അദ്ദേഹം ഒരു ആർട്ടിസ്റ്റാണ്, ഞാൻ വിചാരിക്കുന്നത് ആർട്ടിസ്റ്റാണെന്നാണ്. അദ്ദേഹത്തിന് ന്യൂമോണിയാണ്. അദ്ദേഹം പ്രായമായ വളരെ ദുർബലനായ ഒരാളാണ്. മാത്രമല്ല അറ്റാക്ക് വളരെ സിവിയറാണ്, വളരെ ഗൗരവത്തിലാണ് അദ്ദേഹത്തെ ബാധിച്ചിട്ടുള്ളത്, ഗുരുതരമായിട്ടില്ല ബാധിച്ചിട്ടുള്ളത്. ദർ ഇസ് നോ ഹോപ്പ് ഫോർ ഹിം, അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ അദ്ദേഹം ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട് കുറച്ചൊരു ആശ്വാസം തോന്നാൻ എന്ന് ഡോക്ടർ പറയാണ്. അങ്ങനെ അടുത്ത ദിവസം ഡോക്ടർ വന്നാണ്ട് പറഞ്ഞു, ഇപ്പോൾ എല്ലാ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട്, നീ വിജയിച്ചിട്ടുണ്ട്, ഇനി ഭക്ഷണം കരുതലും മാത്രം മതി, വേറൊന്നും ആവശ്യമില്ല, അത് മാത്രം ദാറ്റ്സ് ഓൾ, അത് മാത്രം മതി എന്ന് പറഞ്ഞു. ആൻഡ് ദാറ്റ് ആഫ്റ്റർനൂൺ ഷു കെയിം ടു ദ ബെഡ് വെർ ജോൺസിയിലെ കണ്ടൻ്റഡ്ലി, വളരെ സന്തോഷത്തോട് ആശ്വാസത്തോടു കൂടി സംതൃപ്തിയോട് കൂടി ജോൺസി കിടക്കുന്ന ബെഡിലേക്ക് ആര് വന്നു, നമ്മുടെ സ്യൂ വന്നു. എന്നിട്ട് അവളെ ചുറ്റും ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് തലേണി അവളെയും കൂടി ഒക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറയാണ്, ഐ ഹാവ് സംതിങ് ടു ടെൽ യു, എനിക്ക് ചില കാര്യങ്ങളോട് പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയാണ്, മിസ്റ്റർ ബെഹർമാൻ ന്യൂമോണിയ ബാധിച്ചെന്ന് ഹോസ്പിറ്റലിൽ മരിച്ചു. അദ്ദേഹം ആകെ 2 ദിവസം അസുഖമായി കിടന്നിട്ടുള്ളൂ. അദ്ദേഹം അവരെ കണ്ടത് അദ്ദേഹത്തിൻ്റെ റൂമിൽ ആദ്യത്തെ ദിവസം വളരെ നിസ്സഹായാവസ്ഥയിൽ, വളരെ വേദനയോടുകൂടി നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്നതാണ് കണ്ടത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഷൂസും അതുപോലെ തന്നെ വസ്ത്രങ്ങളൊക്കെ നന്നായിട്ട് നനഞ്ഞിരുന്നു എന്ന് മാത്രമല്ല അത് വളരെ ഐസി കോൾഡ്, വളരെ തണുത്തതായിരുന്നു.
അവരെവിടെ അവർക്ക് എന്ത് ആലോചിക്കാൻ കഴിഞ്ഞില്ല. അത്രയും പേടിപ്പെടുത്തുന്ന രാത്രി അദ്ദേഹം എവിടെ പോയതെന്ന് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെന്ത് കണ്ടു? ഒരു വിളക്ക്, ലാൻഡേൺ എന്ന് പറഞ്ഞാൽ പിന്നെ കത്തുന്ന ഭാഗം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഗ്ലാസ്സിൽ പണ്ടത്തെ ചിമ്മിനി വിളക്ക് എന്നൊക്കെ പറഞ്ഞ വിളക്കാണ്. അത് അപ്പോഴും കത്തുന്നുണ്ടായിരുന്നു. ഒരു കോണി അവിടെ നിന്ന് എന്ത് ചെയ്തിരുന്നു, അതിൻ്റെ സ്ഥലത്ത് നിന്ന് മാറ്റിയിരുന്നു, വലിച്ച് ഒരു കോണി കണ്ടു. പിന്നെ കുറച്ച് ചെതറിക്കിടക്കുന്ന ബ്രഷുകൾ ഉണ്ടായിരുന്നു. ആൻഡ് പാലറ്റ് വിത്ത് ഗ്രീൻ ആൻഡ് യെല്ലോ കളേഴ്സ്. പാലറ്റ് എന്ന് പറഞ്ഞാൽ ഈ പിന്നെ കളർ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ബോർഡാണ്. അതിലേതുണ്ടായിരുന്നു, പച്ചയും മഞ്ഞയും കളർ മിക്സ് ചെയ്തിട്ട് അതും അവർക്ക് കിട്ടി. പിന്നെ ഇതൊക്കെ പറഞ്ഞിട്ട് പറയാം, ലുക്ക് ഔട്ട് ഓഫ് ദ വിൻഡോ, നോക്കൂ ജോൺസി, ജനലിൻ്റെ ഉള്ളിലോട്ട് നോക്കൂ. ദ ലാസ്റ്റ് ഐവി ലീഫ് ഓൺ ദ വാൾ, നോക്കുക ചുമരുമലുള്ള അവസാനത്തെ ഐവി ലീഫ് നോക്ക്. ഡിഡിൻറ്റ് യു വണ്ടർ വൈ ഇറ്റ് നെവർ ഫ്ലട്ടേഡ്, അത് എപ്പോഴെങ്കിലും ഇങ്ങനെ പിന്നെ ഇളകുകയോ അതുപോലെ തന്നെ അനങ്ങുകയോ ചെയ്യാത്തതായിട്ട് നീ അത് എന്തുകൊണ്ടാണെന്ന് അത്ഭുതപ്പെട്ടിട്ടില്ല നീ കാറ്റടിക്കുമ്പോൾ? ഡാർലിംഗ്, പ്രിയേ, അതെന്തായിരുന്നു? ഇറ്റ് ഈസ് ബഹർമാൻസ് മാസ്റ്റർ പീസ്, അതാണ് ബഹർമാൻ്റെ മാസ്റ്റർ പീസ്. അപ്പോൾ അത് വരക്കാൻ അദ്ദേഹം പോയത് അങ്ങനെ ആ മഴയെ കൊണ്ടായിരിക്കണം അദ്ദേഹം ന്യൂമോണിയ പിടിച്ചിട്ടുണ്ടാവുക. അദ്ദേഹത്തിൻ്റെ സാക്രിഫൈസ് അതാണ് നമ്മളിത് ഹൈലൈറ്റ് ചെയ്യുന്നത്. ആ ട്വിസ്റ്റ് പെട്ടെന്ന് ഈ അവസാനം വരുമ്പോൾ ആ ട്വിസ്റ്റ് വരുന്നത്, അതാണ് ഓഹൻഡിൻ്റെ കഥകളുടെ ഒരു പ്രത്യേകത. ഇതിങ്ങനെ ഒരു സിമ്പതി ഉണ്ടാക്കാനാണ് അദ്ദേഹം ആദ്യം അദ്ദേഹത്തിൻ്റെ അവസ്ഥയൊക്കെ വിവരിച്ചത്. അതൊക്കെ അറിയാമല്ലോ. ഹി പെയിൻറ്റഡ് ഇറ്റ് ദർ ദ നൈറ്റ് ദാറ്റ് ദ ലാസ്റ്റ് ലീഫ് ഫെൽ, എന്നാ അത് വരച്ചത്? അവസാനത്തെ ഇല വീണെന്നാണ് അദ്ദേഹം വരച്ചത്. നല്ലൊരു കഥയാണ് മക്കളെ. ഓക്കെ അല്ലേ? മനസ്സ് തട്ടുന്ന ഒരു ഹ്യൂമാനിറ്റി ഉദ്ഘോഷിക്കുന്ന ഒരു കഥയാണ്. റൈറ്റ്, യെസ്. വേറെ എന്ന് പറഞ്ഞാൽ ചിറോഡ് എന്നാണ്, പതുക്കനെ തേഞ്ഞില്ലാതാവലാണ്. ഇവിടെ പിന്നെ രാത്രി മാറി പകല് മാറിയുള്ള സെൻസേ ഉള്ളൂ. അക്യൂട്ട് എന്ന് പറഞ്ഞാൽ വളരെ ഇൻസ്റ്റൻറ്റ്, തീവ്രമായ അതാണ്. ഡ്രെഡ്ഫുൾ, പേടിപ്പെടുത്തുന്നതാണ്. ലാൻഡേൺ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഇൻസൈഡ് എ കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിമ്മിനി വിളക്കെല്ലാം കണ്ടിട്ടുണ്ടാവും, പണ്ടൊക്കെ ഉണ്ടായിരുന്നതാണ്. വിളക്കെത്തുന്ന മാത്രം ഗ്ലാസ് ഉണ്ടാവും. പാലറ്റ് എന്ന് പറഞ്ഞാൽ തിൻ ബോർഡാണ്, അതിൻ്റെ വക്ക് ഇങ്ങനെ പൊങ്ങിയിട്ടുണ്ടാവുക, അതിൽ വെച്ചിട്ടാണ് പെയിൻറ്റ് മിക്സ് ചെയ്യുക. ഓക്കെ ഉള്ള മക്കളെ? റൈറ്റ്. നൗ എന്താ ഈ ഭാഗത്ത് നമുക്ക് പഠിക്കുന്ന പ്രധാന ആശയം എന്താണ്? ഈവൻ ആഫ്റ്റർ ദ ഹെവി റെയിൻ, സോറി നോട്ട് ഈവ് ബട്ട് ഈവൻ ആഫ്റ്റർ ദ ഹെവി റെയിൻ, ദ സ്ട്രോങ് വിൻഡ്, ദ ലാസ്റ്റ് ലീഫ് ഡിഡിൻറ്റ് ഫോൾ. അറിയാലോ, നന്നായി മഴ പെയ്തിട്ടും ശക്തിയായ കാറ്റുണ്ടായിട്ട് അത് വീണില്ല. ഇറ്റ് മെയ്ഡ് ഹെർ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് വാസ് എ സിൻ ടു വാണ്ട് ടു ഡൈ. അങ്ങനെ ആ ഇല അവളെ ചിന്തിപ്പിച്ചു, മരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന പാപ എന്നുള്ളത് അവൾക്ക് മനസ്സിലായി. Soon after Jonesy started showing signs of recovery, she expressed her wish to paint the Bay of Naples. ചർച്ച ചെയ്തതാണ്. Thus Jonesy became hopeful and recovered from pneumonia. Pneumonia എന്നോളം എന്ത് ചെയ്തു? രക്ഷപ്പെട്ടു, സുഖപ്പെട്ടു. Meanwhile ബഹർമാൻ died of pneumonia. ഈ സമയത്തുള്ള എന്ത് ചെയ്ത? ബഹർമാൻ എന്ത് ന്യൂമോണിയ ബാധിച്ച് മരിച്ചു. Later they realized that the last leaf was not a real leaf but a painting of ബഹർമാൻ. മനസ്സിലായല്ലോ മക്കളെ? അതൊക്കെ he sacrificed his life to paint it and it became his masterpiece. അങ്ങനെ അത് അദ്ദേഹത്തിൻ്റെ എന്തായിട്ട് മാറി? ഒരു മനുഷ്യജീവൻ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം വരച്ചതുകൊണ്ട് ഏറ്റവും നല്ല സൃഷ്ടിയായിട്ട് മാറിയത്. ഇൻ ദി സ്റ്റോറി ദ ലീഫ് സ്റ്റാൻഡ്സ് ഫോർ ഹോപ്പ് ആൻഡ് ലൈഫ്. ഇവിടെ ലാസ്റ്റ് ലീഫ്, അത് പാഠത്തിൻ്റെ ഹെഡിങ് അറിയാലോ, അത് ജീവിതത്തെയും അത് പ്രതീക്ഷയാണ് കാണിക്കുന്നത്. ഓക്കെ ഉള്ള മക്കളെ എഴുതിയെടുക്കുമല്ലോ. നൗ ഡിയേഴ്സ് ലെറ്റ് us revisit and reflect. 2 ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട്. ഡു യു തിങ്ക് ബഹർമാൻ ഡ്രൂ ദ ലീഫ് നോയിങ് വെൽ ദാറ്റ് ഹി വാസ് റിസ്കിങ് ഹിസ് ഓൺ ലൈഫ്? ഗീവ് റീസൺ. ബഹർമാൻ സ്വന്തം സാക്രിഫൈസ് നടത്തിയിട്ടാണ്, ജീവൻ വില കളഞ്ഞിട്ടാണ് ജീവൻ പോകുന്നുള്ളൊരു ചിന്തയോട് കൂടി തന്നെയാണ്, മനസ്സിലാക്കി തന്നെയാണ് വരച്ചങ്ങൾ. ആലോചിക്കുന്നുണ്ടോ എന്തുകൊണ്ട് എന്നാണ് അടുത്തത്. പിന്നെ ആ പെയിൻറ്റിങ് പിന്നെ ബഹർമാൻ്റെ മാസ്റ്റർ പീസാണോ? അതിലൊക്കെ ഒരു പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതാനാണ്. എന്ത് മെസ്സേജാണ് കൺവേ ചെയ്യുന്നതൊക്കെ നമുക്കറിയാം. ഒറ്റയ്ക്ക് എഴുതി നോക്കുക. യു ക്യാൻ സീ ദ സാമ്പിൾ ആൻസേഴ്സ്. റെഡി അല്ലേ? നിങ്ങൾ നോക്കി എഴുതുമല്ലോ. ദിസ് വൺ 2 ആൻസർ ആവോ, യെസ്സോ നോയോ നിങ്ങൾക്ക് എഴുതാം. റെഡി അല്ലേ? എസ് നോ ആണെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് അതിലുണ്ട്, എസ് ആണെങ്കിൽ എങ്ങനെയാണെന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് എഴുതാം. ഓക്കെ ഡിയേഴ്സ്. നൗ she wrote a letter about the events in her apartment to one of her friends, സൂസൻ. ഒരു സുഹൃത്ത് സൂസന് ആ കാര്യം കത്ത് എഴുതാണ്. എങ്ങനെ ഒരു കത്ത് എന്നുള്ളതാണ് ശ്രമിച്ചു നോക്കണം. ഓക്കെ ഡിയേഴ്സ്, ഐ ഹോപ്പ് യു ഹാവ് ലേൺഡ് വാട്ട് വി ഹാവ് ഡിസ്കസ്. മനസ്സിലായിട്ടുണ്ടാവും എല്ലാ കാര്യങ്ങളും. താങ്ക് യു ഫോർ വാച്ചിങ്. നല്ലൊരു കഥയാണ് കേട്ടോ മക്കളെ. മനസ്സിൽ തട്ടുന്ന കാലത്ത് വളരെ റെലവൻ്റ് ആയൊരു കഥയാണ്. Meet you again. Till then, goodbye.